ഹലോ ഫ്രണ്ട്സ്, അജൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 1.5 മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളുടെ ബാച്ചിലുള്ള ഒരാൾക്കൊരു ഉഷാറുകുറവ് ഫീൽ ചെയ്തപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാട്ടോ. അപ്പോൾ ബോഡിയൊക്കെ മൊത്തം ബലൂൺ പോലെ വീർത്ത് ഫുഡ് എടുക്കാതെ മാറി നിൽക്കുകയാണ് കക്ഷി. ഈ ഒരു അസുഖം 3 വർഷം മുമ്പ് ഇവിടെ എൻ്റെ ഫാമിലി ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറച്ച് ലേറ്റായി പോയിട്ട് കറക്റ്റ് ടൈമിൽ ചികിത്സ കിട്ടാത്തത് ചത്തുപോയതാണ്. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വെറ്റിനറി ഡോക്ടറോട് ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അത് കോഴിക്കുഞ്ഞുങ്ങളുടെ ആന്തരികാവയവങ്ങൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ ഫുഡിൽ കൂടെ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ ആവാൻ ഒരു ചാൻസും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ ബാച്ചിൽ തന്നെ ഒരു 15 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അവരേക്കാൾ ചെറുതും 2-3 തള്ളക്കോഴികളും മക്കളും ഉണ്ട്. പിന്നെ അവരേക്കാൾ വലുതും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ആക്റ്റീവാണ്. അപ്പോൾ വലിയ കോഴികളിൽ നിന്ന് കൊത്ത് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും എന്തെങ്കിലും ആന്തരികാവയവങ്ങൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുള്ള പ്രശ്നമായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ ആദ്യം തന്നെ ഇവരെ മാറ്റിയിടുക കേട്ടോ ചെയ്യേണ്ടത്. കാരണം ശരീരമൊക്കെ വീർത്തിരിക്കുന്നത് കൊണ്ട് മറ്റുള്ള കോഴികളൊപ്പം ഫുഡ് എടുക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവരൊന്ന് മാറ്റിയിടാം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ശരീരത്തിലെ ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിറിഞ്ചോ സേഫ്റ്റി പിന്നോ ഉപയോഗിച്ച് തൊലിപ്പുറത്ത് ചെറുതായിട്ടൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഹോൾസ് ഇട്ട് കൊടുക്കുന്നവർ നല്ലോണം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും ആയി പോകരുത്. തൊലിപ്പുറത്ത് ഈ ചിറകിൻ്റെ അടിയിൽ തൊക്കിൻ്റെ ആ ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ടിങ്ങനെ അമർത്തി കൊടുക്കുക. അങ്ങനെ 2-3 ദിവസം അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ തന്നെ ഇതങ്ങ് മാറിക്കോളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് ഇങ്ങനെ കണ്ടുവരുന്നത്. ഇതിൻ്റെ മുമ്പേ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 2-3 വർഷം മുമ്പ് ഒരു കോഴിക്കുഞ്ഞ് ചത്തുപോയിട്ടുണ്ട്. അത് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരു കോഴിക്കുഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് ഇത് കണ്ടെനിക്ക് ഒരു ശീലമുള്ളതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയായിട്ടില്ല. അന്ന് ഭയങ്കര പേടി, എന്താ ഇത് സംഭവിച്ചതെന്ന് അറിയാനിട്ടേ അത്രക്കൊരു ഭീകരമായ രീതിയിലാണിത് കാണുക. അപ്പോൾ ഈ അസുഖം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ 4 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ കോഴിക്കുഞ്ഞൊക്കെ അടിപൊളിയായി റിക്കവറായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തീറ്റയൊക്കെ എടുത്ത് ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഇടാൻ കാരണം തന്നെ ഇത് ഫസ്റ്റ് കാണുമ്പോൾ ആരായാലും ഒന്ന് പേടിക്കും. കോഴിക്കുഞ്ഞിൻ്റെ ശരീരത്തിൽ വെള്ളം നിറഞ്ഞ് പൊട്ടാനായ സ്റ്റേജിലൊക്കെ ഉള്ള പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇത് വലിയൊരു മാരക അസുഖമൊന്നുമല്ല. ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും 2-3 ദിവസം നോക്കിയിട്ടും വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിൽ മാത്രം ഡോക്ടറെ കാണിച്ചാൽ മതിയാവും. തീരെ മാറ്റില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കാണിച്ചാൽ മതിയാവും. പിന്നെ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരം എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.